എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു നാടൻ പലഹാരമാണ്. ഈ ഒരു പലഹാരം വീടുകളിൽ തയ്യാറാക്കിയാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ട് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാനും വളരെ തന്നെ നല്ലതാണ്. വായിലിട്ടാൽ അലിയും വിധമാണ് ഈ ഒരു പലഹാരം. അതുകൊണ്ട് വീട്ടിലുള്ള പ്രായമായ അച്ഛനമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാനായിട്ട് വളരെ തന്നെ എളുപ്പമായിരിക്കും. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് വളരെ രുചികരമായിട്ട് ആർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ആവിപ്പലഹാരം തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കരുത്. അതുപോലെ ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കണേ. അപ്പോൾ നോക്കിയാലോ ഈസി ആയിട്ട് നല്ലൊരു കിണ്ണത്തപ്പം തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. ഇനി നമുക്ക് 4 മണി പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് മാവാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഒരു ബൗൾ എടുത്ത് വയ്ക്കാം. ഈ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ ശർക്കര പൊടിച്ചത് ചേർക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ശർക്കര പാനിയാണെങ്കിൽ ആ ഒരു ശർക്കര പാനി മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ശർക്കര പൊടിക്ക് വളരെ തന്നെ മധുരം കുറവാണ്. എങ്കിലും നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു പലഹാരത്തിന് ആവശ്യമുള്ള മധുരം മാത്രമാണ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. മധുരം നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ വളരെ മധുരം കുറച്ചാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ശർക്കരപ്പൊടി എല്ലാ ഭാഗത്തേക്കൊന്ന് എത്തിക്കിട്ടാനായിട്ട് നല്ലോണം തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ പൊടിയുടെ കട്ടിക്കനുസരിച്ചിട്ടുള്ള നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അരമുറി നാളികേരത്തിൽ നിന്നും പിഴിഞ്ഞെടുത്ത് 2 ഗ്ലാസ് വെള്ളത്തിലാണ് നാളികേരപ്പാൽ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കട്ടകളില്ലാതെ നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള 2 ഗ്ലാസ് തേങ്ങാപ്പാലും നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരും. അല്പം ലൂസായിട്ടാണ് നമുക്ക് ഈ ബാറ്റർ റെഡിയാക്കേണ്ടത്. അങ്ങനെ നമ്മുടെ മാവ് ഞാനിതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ലൂസായിട്ടാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഒരുപാട് കട്ടി കൂട്ടി നിങ്ങൾ കലക്കിയെടുക്കരുത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ശർക്കര പൊടി ആയതുകൊണ്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കാം. കാരണം വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലയിച്ച് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഇരിക്കുമ്പോഴേക്കും മെൽറ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ ശർക്കര പാനിയാണ് ചേർക്കുന്നതെങ്കിൽ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഈ ഒരു സമയത്ത് ഈ പൊടിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർക്കുന്നുണ്ട്. നല്ല ജീരകം കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഏലക്കപ്പൊടി കൂടെ ചേർക്കണം. 1 സ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ പലഹാരത്തിന് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനും 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പലഹാരത്തിന്റെ മാവ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുന്ന സമയം കൊണ്ട് നമ്മളിത് വേവിച്ചെടുക്കണം. അതിനുള്ള ആ ഒരു ആവിപ്പാത്രം കൂടെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ 5 മിനിറ്റ് നേരം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതുപോലൊരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് മാവ് ഒഴിക്കരുത്. നമ്മൾ വളരെ തിന്നായിട്ടാണ് ഈ ഒരു അപ്പം വേവിച്ചെടുക്കുന്നത്. ഇത്രയും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി വേവിച്ചെടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിലേക്ക് അല്പം നെയ്യ് പുരട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആവിപാത്രത്തിനുള്ളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് മൂടി വെച്ച് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പൊടി കിണ്ണത്തപ്പം വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ മൂടി തുറന്ന് നോക്കാം. അതിനുശേഷം കുത്തിയും കൂടെ നോക്കാം. നല്ലതുപോലെ തന്നെ വേവായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാത്രം എടുത്ത് മാറ്റാം. ഇനി അടുത്ത പാത്രത്തിലേക്ക് നമുക്കിതുപോലെ തന്നെ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം വേവിച്ചെടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിലും നല്ലൊരു ചായ പലഹാരം ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഈ പലഹാരത്തിന്റെ ചൂടാറി വരുമ്പോൾ പാത്രത്തിൽ നിന്നും അടർത്തി മാറ്റാം. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പൊടി കിണ്ണത്തപ്പത്തിന്റെ ചൂടൊന്നാറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ അരികു ഭാഗത്ത് നിന്നെല്ലാം വിട്ടും വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ അടർത്തിയെടുക്കാം. ഇനി നമുക്ക് ഈ കിണ്ണത്തപ്പം വാഴ ഇലയിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ കിണ്ണത്തപ്പവും ഇവിടെ വേവായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിൽ നിന്നും അടർത്തി മാറ്റാം. നല്ല റിബൺ പോലെയാണ് കേട്ടോ നമുക്കിത് വേവിച്ചെടുക്കാനും സാധിക്കുന്നത്. അപ്പോൾ എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ പലഹാരം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.